75 വയസ്സ് തികയുന്ന നരേന്ദ്രമോദി തൻ്റെ 75-ാം വയസ്സിൽ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിച്ചിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 75 വയസ്സ് കഴിഞ്ഞ നേതാക്കന്മാർ മറ്റുള്ളവർക്കായിട്ട് രാഷ്ട്രീയ സ്ഥാനങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണമെന്നുള്ള പ്രസ്താവന നടത്തിയോടുകൂടി നാഗ്പൂരിൻ്റെ താല്പര്യം നരേന്ദ്രമോദി 75-ാമത്തെ വയസ്സിൽ, അതായത് വരുന്ന സെപ്റ്റംബറിൽ ഒഴിയണമെന്നാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ഇനി മോഡി എന്ത് നിലപാട് അതിലെടുക്കും, മോഡി എങ്ങനെ RSSനെ തൃപ്തിപ്പെടുത്തും, മോഡി എങ്ങനെ RSSനെ തൻ്റെ നിലപാടിനനുസരിച്ച് 2029 തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് RSSനെ അനുനയിപ്പിക്കും എന്നത് മാത്രമാണ് കാത്തിരുന്ന് കാണാനുള്ളൂ. അമിത്ഷായും രാജ്നാഥ് സിംഗും ദേവേന്ദ്ര ഫഡ്നാവിസുമെല്ലാം ഇവരെല്ലാമാണ് ഭാവിയിൽ മോഡിയുടെ തുടർച്ചക്കാരായിട്ട് വരാൻ സാധ്യതയുള്ളത്. ആ ആളുകളെല്ലാം മോഡി 2029 തെരഞ്ഞെടുപ്പിൽ നയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഇത്ര വലിയ കാലം പ്രധാനമന്ത്രിയായിട്ടിരുന്ന നരേന്ദ്രമോദി സ്റ്റെപ്പ് അസൈഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അവർക്കത് പറയാൻ കഴിയണമെന്നുമില്ല. അതാണിപ്പോൾ RSSൻ്റെ നേതാവ് മോഹൻ ഭഗവത് പറഞ്ഞിട്ടുള്ളത്. 75 വയസ്സ് കഴിഞ്ഞ നേതാക്കന്മാർ മറ്റുള്ളവർക്കായിട്ട് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണമെന്നൊരു പ്രസ്താവന അത് മോഡിയെ ഉദ്ദേശിച്ച് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. നാഗ്പൂർ ആസ്ഥാനത്ത് ചെന്ന് RSSനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും RSSന് ഇഷ്ടപ്പെട്ട നേതാക്കന്മാരെ പലയിടത്തും ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും ഇൻഡക്റ്റ് ചെയ്തുകൊണ്ട് അവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അധ്യക്ഷ പദവി ബന്ധപ്പെട്ട് തർക്കമില്ലാതെ RSSന് താല്പര്യമുള്ള ആളുകളെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി തയ്യാറായിട്ട് പോലും പക്ഷെ മോഡി സ്റ്റെപ്പ് അസൈഡ് ചെയ്യണം, മോഡി മാറണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് RSS ഉള്ളത്. എന്നാലും വരുന്ന കുറച്ച് മാസങ്ങൾ RSSും BJPയും തമ്മിലുള്ള യുദ്ധം മുറുകാനും രൂക്ഷമാവാനുള്ള സാധ്യത, അതിൽ പരാജയം ആർക്കാണ് ഉണ്ടാവുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം.